ഇനി അടുത്തൊരു റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൈക്രോ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസികളാണ്. അതായത് നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മരുന്നല്ല. മറിച്ച് നമ്മളുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും നമ്മളുണ്ടായ അന്ന് തൊട്ട്, അല്ലെങ്കിൽ നമ്മളുടെ അമ്മയുടെ ഉദരത്തിലായിരുന്ന അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമാണ് നമ്മളുടെ റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അന്നേരം ഈ ബിൽഡിംഗ് ബ്ലോക്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ പ്രോട്ടീൻ, അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്ന മേജർ കമ്പോണൻറ്റും, അതോടൊപ്പം തന്നെ വിറ്റമിൻസും മിനറൽസും ഫ്ലേവനോയിഡ്സും എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള കമ്പോണൻസ് ആവശ്യമാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ ഒപ്റ്റിമലായിട്ടുള്ള ഫങ്ഷനും ആവശ്യമാണ്. പക്ഷേ നമ്മൾക്ക് പ്രത്യേകിച്ചൊരു മലയാളിയുടെ ഭക്ഷണത്തിൽ ഒരു കുന്നു ചോറും ഒരു തൊട്ടുകൂട്ടാൻ കറിയുമായിട്ടുള്ള ഒരു സ്റ്റേജ് വരുമ്പോഴേക്കും നമ്മൾക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസോ, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഫാറ്റോ, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള മൈക്രോ ന്യൂട്രിയൻസോ ഒന്നും കിട്ടാത്തൊരു സ്റ്റേജ് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ബോഡി കോംപ്രമൈസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒപ്റ്റിമലായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ബോഡിയിലെ അമിതമായിട്ട് കിട്ടുന്ന കലോറി അല്ലെങ്കിൽ ഊർജ്ജം കാരണം നമ്മൾ അമിതവണ്ണത്തിലേക്കോ, അല്ലെങ്കിൽ പ്രമേഹം പോലെ, അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങളിലേക്കോ വഴിമാറുന്നു.